10-20 വീട്ടുകാരിൽ അല്ലെങ്കിൽ 30-40 വീടുണ്ടെങ്കിൽ ഒരു കാവ്, നാട്ടിൽ 1-2 കാവുകൾ വേണം. കാവ് നിർബന്ധമായിട്ട് കാവെന്ന് വിളിക്കാൻ മതപരമായിട്ടുള്ള പേടിയുണ്ടെങ്കിൽ ഒരു കുട്ടിവനം എന്ന് പേര് വിളിച്ചോട്ടെ. അപ്പോൾ കുട്ടിവനം നാട്ടിലെ വെള്ളം നിയന്ത്രിച്ചോളും, വെള്ളത്തിൻ്റെ ക്വാളിറ്റി നിയന്ത്രിക്കും, ജലനിരപ്പ് നിയന്ത്രിക്കും, കാറ്റിനെ ഡിഫ്ലക്റ്റ് ചെയ്ത് മുകളിലേക്ക് വിടും, ഇൻസെക്റ്റുകളെ പിടിക്കാനുള്ള പക്ഷികൾക്ക് ജീവിക്കാൻ സാധിക്കും, പരാഗണം നടത്താനുള്ള പൂമ്പാറ്റകൾക്കൊക്കെ ഇതിൽ ജീവിക്കാൻ സാധിക്കും. ഇതിനെ നിയന്ത്രിക്കാം, ഈ തുരപ്പൻ എലിയൊക്കെ പിടിക്കാനുള്ള പാമ്പുകൾക്ക് ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു ജൈവപരമായിട്ടുള്ള ഒരു വൈസ് സിസ്റ്റമാണ്. ഇപ്പോൾ നമ്മൾ ഈ പാമ്പ് പിടുത്തക്കാരെ വിളിച്ചു, അതായത് ഒരു അസുഖം വരുമ്പോൾ ഉടനെ സർജൻ്റെ അടുത്ത് കൊണ്ടുപോകണം. സർജനാകെ അവനെല്ലാം അറിയായിരിക്കും. ആ സർജൻ ചെയ്യുന്ന ഒരു സന്യാസി പോലെ ഇവന് ഗുണം ഉണ്ടാവണമെന്ന് വെച്ച് ചെയ്യുമായിരിക്കും. പക്ഷേ അയാൾക്ക് അറിയാവുന്ന വിദ്യ ഉടനെ കയറുക എന്നുള്ളതാണ്. അത് ചെയ്യാണ്. നമ്മളാരും ആദ്യം സർജൻ്റെ അടുത്ത് പോകില്ലല്ലോ. നമ്മളൊക്കെ ആദ്യം ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയിട്ട് കംപ്ലീറ്റ് പരിശോധിച്ച് നോക്കി ഒരു രക്ഷയില്ല, അത് മാത്രം ഒരു രക്ഷയാണെന്ന് സർജറി ചെയ്യാൻ പാടുള്ളൂ. ലാസ്റ്റ് റിസോർട്ടാണ് ഇത്. ആദ്യം തന്നെ പാമ്പ് പിടിക്കുന്ന വിദ്യയാണ്. അപ്പോൾ അത് മാറ്റിയിട്ട് സമീപനത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കും മീഡിയക്കാരും നോക്കണം. ഈ പാമ്പിൻ്റെ പ്രശ്നം പരിഹരിക്കുന്നതിന് വിളിക്കേണ്ടതും ഉപദേശം തേടുന്നതും പാമ്പ് പിടുത്തക്കാരുടെ മാത്രമല്ല. പാമ്പ് പിടുത്തക്കാർ കുറ്റക്കാരല്ല, പക്ഷേ അവർ സ്പെഷ്യലൈസ്ഡും പാമ്പ് പിടുത്തമാണ്. ഇതിൻ്റെ ഇക്കോളജിസ്റ്റുകളാണ് ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെൻറ്റിൻ്റെ നയം രൂപീകരിക്കേണ്ട ഇക്കോളജിസ്റ്റുകളാണ്. അത്തരത്തിലുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞന്മാരായിട്ട് ഇരുന്നിട്ട് മൊത്തം സൗഹാർദ്ദപൂർവ്വമായിട്ടുള്ള സഹവർത്തിത്വം എന്ന് പറയും, പീസ്ഫുൾ കോ എക്സിസ്റ്റൻസ്, ഹാർമോണിയസ് കോ എക്സിസ്റ്റൻസ്, അതിനുള്ള വിദ്യ എന്താണെന്ന് നോക്കണേ.